ഇന്ന് നമുക്ക് കടുമാങ്ങ ഉണ്ടാക്കാം. ഇന്ന് 4 മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. വേണ്ട നല്ലപോലെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് തുടച്ച് എടുത്ത് വെച്ചേക്കുക. വെള്ളമയം ഒട്ടും കാണരുത്. നമുക്കിത് ചെത്തി അരിഞ്ഞെടുക്കാം. തൊലി കളഞ്ഞെടുക്കാമേ. മാങ്ങ എല്ലാം ഇവിടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. വേണ്ട നമുക്കിത് അരിഞ്ഞെടുക്കാം. ഇതുപോലെ അരിഞ്ഞെടുക്കണേ. നമുക്കെല്ലാം ഇതാ അരിഞ്ഞെടുക്കാം. മാങ്ങ എല്ലാം അരിഞ്ഞു വെച്ചു. അതിനകത്തോട്ട് കുറച്ച് ഉപ്പിടാമേ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇതിനെ ഒന്ന് ഇളക്കി നമുക്കിവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇതൊന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുമേ. പിന്നെ ഇവിടെ ഒരു 15 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം. പേസ്റ്റും ഒന്നും ഇടണ്ട, ഇങ്ങനെ ഇടണേ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, തീരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒത്തിരി വേണ്ട. അതും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു പാത്രം ചൂടാക്കിയേ. അതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ കടുക്, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, ഇത് രണ്ടും കൂടെ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിവിടെ മാറ്റി വെക്കാമേ. തണുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്. അതേ പാത്രത്തിലോട്ട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 4.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടൊന്ന്, ഈ മുളക് പൊടിയിൽ ഒരു വെള്ളമയമൊക്കെ ഉണ്ടല്ലോ, അത് പോകാനായിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. തീ ഓഫ് ചെയ്തേക്കോ. ഈ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ആയിക്കോളൂ. ഒരു 30 സെക്കൻഡ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഇത് നമ്മുടെ അച്ചാർ പൂത്തു പോകാതൊക്കെ ഇരിക്കാനാണ്. എത്ര നാൾ വേണേലും അച്ചാർ നമുക്ക് ഉപയോഗിക്കാം. മുളക് ഇങ്ങനെയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ടാൽ. ആ പാത്രത്തിലോട്ട് തന്നെ നമുക്കിനി നല്ലെണ്ണ ഒഴിക്കാം. അച്ചാറിടാൻ ഏറ്റവും നല്ലത് നല്ലെണ്ണയാണേ. പിന്നെ ഇത് കായം എന്താ ഇതുപോലത്തെ പാത്രത്തിൽ കിട്ടുമേ. ഈ കായം നമുക്ക് ഇച്ചിരി തല്ലി പൊട്ടിച്ച് ഇതൊന്ന് വറുത്തെടുക്കാം. പൊടിയാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ വറക്കുന്നത്. അല്ലാതെ ചൂടാക്കാതെ പൊടിച്ചാൽ ഇത് പൊടിയത്തില്ല. ഇതിപ്പോൾ അങ്ങ് സോഫ്റ്റ് ആവും. എന്നിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. തണുത്ത് കഴിയുമ്പോഴേ. ആ പാത്രത്തിൽ എണ്ണയുണ്ടായിരുന്നു. അതിനകത്തോട്ട് തന്നെ ഒരു 1/2 ടീസ്പൂൺ കടുകിട്ടു. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി നീളത്തിലാണ് അരിഞ്ഞത്. പിന്നെ നമ്മൾ എടുത്തു വെച്ച വെളുത്തുള്ളി, ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നല്ല കളറൊന്നും മാറണ്ട, പച്ചമണം ഒന്ന് മാറിയാൽ മതി. ഇതിൻ്റെ കൂട്ട് ഇച്ചിരി ഒരു തണ്ട് കരിയാപ്പില ഇട്ട് കൊടുത്ത്, കരിയാപ്പിലയിലും വെള്ളമയമൊക്കെ ഉണ്ട്, അതെല്ലാം പോകണം. കരിയാപ്പിലയും ഒക്കെ വാടി വന്നേ. ഇത് ഒരു ഇച്ചിരി നേരം വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ മുളക് പൊടി ഇടുന്നത്. ഒരു 2 മിനിറ്റ് തീ ഓഫ് ചെയ്തിട്ടൊന്ന് വെക്കണം. അത് നല്ല ചൂടിനകത്തോട്ട് മുളക് പൊടി ഇടരുത്. കാരണം ഓൾറെഡി നമ്മൾ മുളക് പൊടി ചൂടാക്കിയതാണ്. വറുത്ത് പൊടിച്ച കായം കൂടി ഇട്ട് കൊടുക്കാമേ. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഇട്ട്. പിന്നെ ഇത് മാങ്ങ അരിഞ്ഞു വെച്ചപ്പോൾ അതിനകത്ത് മാങ്ങായ്ക്കകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരും. അത് ഒത്തിരി പുളി വേണ്ട എങ്കിൽ അതങ്ങ് ഊറ്റിക്കളയണം. ഇനി നമുക്ക് മാങ്ങ ഇപ്പോൾ ചെറിയ തീയിലാണേ കിടക്കുന്നത്. മാങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് മാങ്ങ ഒത്തിരി വേവിക്കരുത്. ഇത് നമ്മൾ ഉലുവായും കടുകും കൂടെ ചതച്ചതായിട്ടത്. ഇതിപ്പം വെള്ളമില്ലാതെ ഉണങ്ങിയിരിക്കുന്നത് പോലെ തോന്നുമേ. അഥവാ ഇച്ചിരി ലൂസായിട്ട് വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. അതായത് ഇച്ചിരി വെള്ളം ചൂടാക്കിയിട്ട് അത് ആറിച്ചിട്ട് ഒഴിച്ചാൽ മതി. അപ്പം ഇച്ചിരി ലൂസായിട്ട് കിട്ടും. ഇതന്നെ വെള്ളം ഇറങ്ങി വരും കുറച്ച് കഴിയുമ്പോൾ. ഇച്ചിരി വെള്ളം കൂടി കഴിഞ്ഞ് മാങ്ങയ്ക്കകത്തുനിന്ന് ഇറങ്ങി വരും ഇങ്ങനെ ഇരിക്കുമ്പോൾ.
2 സ്പൂണ് വിനാഗിരി ഒഴിച്ച് തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ അച്ചാർ തണുത്തെ നമുക്കിത് കുപ്പിയിലോട്ട് കോരിയെടുക്കാം. നല്ലതുപോലെ കഴുകി ഉണക്കിയ കുപ്പിയാണ്. കുപ്പിക്കകത്തൊട്ടും വെള്ളം കാണരുത്. ഇത് അടച്ചെടുത്ത് നമുക്ക് 2-3 ദിവസം വെളിയിൽ വെക്കണം. അപ്പോൾ മാങ്ങായും ആ മസാലയെല്ലാം കൂടെ നല്ല ഒരു പരുവാകും. അത് കഴിഞ്ഞിട്ട് അധികം നാൾ വെക്കണമെങ്കിൽ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കണം. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.